Hi friends, Asif ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്മാർട്ട് ഫോൺ കാണാതായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലെ കാണാതായ സ്മാർട്ട് ഫോണിൻ്റെ ഡാറ്റ മൊത്തം എങ്ങനെ ഇറേസ് ചെയ്തിട്ട് കളയാം. ഓക്കെ, സിമ്പിൾ ഒരു സെറ്റിംഗ് ആണ്. വീഡിയോ മുഴുവനും കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ആദ്യം ക്രോം ബ്രൗസറിൽ ഗൂഗിളിൻ്റെ വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ കാണാതായ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള സെയിം ഇമെയിൽ ഐ ഡിയിൽ നമുക്ക് രണ്ടാമത്തെ സ്മാർട്ട് ഫോണിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെർച്ച് ചെയ്യാം ഫൈൻഡ് മൈ ഡിവൈസ്. ഓക്കെ, ശേഷം താഴോട്ട് പോവാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഡിവൈസിൻ്റെ ഒരു വെബ്സൈറ്റ് കാണാം, myaccount.google.com. അപ്പോൾ അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. വേറെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ ഏതൊക്കെ ഡിവൈസ് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാം. OnePlus 7 ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ള ഈ സ്മാർട്ട് ഫോണാണ്. തൊട്ട് താഴെ Redmi 9A. അപ്പോൾ കാണാതായ സ്മാർട്ട് ഫോൺ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ശേഷം ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ ആക്സെപ്റ്റ് കൊടുത്തേക്കാം. അതിനുശേഷം ഇവിടെ മാപ്പ് കാണാം, പക്ഷേ ആക്യുറേറ്റ് ലൊക്കേഷൻ ഒന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ ഫോൺ വീട്ടിലെവിടെയെങ്കിലും വെച്ചിട്ട് മറന്നതാണെങ്കിൽ താഴെ നമുക്ക് പ്ലേ സൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് റിങ് ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസ് വേറെ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെക്യൂർ ഡിവൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവർക്ക് നമ്മുടെ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളും പിന്നെ മൊബൈൽ നമ്പറൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. നല്ലൊരുത്തിൻ്റെ കയ്യിലാണ് ഫോൺ കിട്ടിയതെങ്കിൽ നമുക്ക് ഫോൺ തിരിച്ചു തരികയും ചെയ്യും. പിന്നെ നമുക്ക് ആ കാണാതായ സ്മാർട്ട് ഫോണിൽ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണ്, ഓൺലൈനാണോ, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഡിവൈസിലെ ഡാറ്റ ഇറേസ് ചെയ്യാനായിട്ട് ഏറ്റവും താഴെയുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഇറേസ് ഡിവൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡാറ്റ ഇറേസ് ആയിട്ട് പോകുന്നതായിരിക്കും. ഇതേപോലെ വേറൊരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാണാതായ സ്മാർട്ട് ഫോണിലെ ഡാറ്റ മൊത്തം നമുക്ക് എളുപ്പത്തിൽ ഇറേസ് ചെയ്തിട്ട് കളയാം. അപ്പോൾ ഈ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.